കൊടുത്ത പാണ്ഡരാജൻ സാറ് സോറി പാണ്ഡരാജരാജരാജരാജൻ സാറേ, എനിക്ക് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞു. இந்த படத்தில் மாஸ் இருக்குது, கிளாஸ் இருக்குது, எல்லாமே காமெடி இருக்குது, எமோஷன் இருக்குது, எல்லாமே இருக்குது. ரஜினி சாருக்கு பண்ண வெர்ஷன் வேறு, சாருக்கு வேற ஒரு வெர்ஷன் பண்ணியிருக்கோம். ஆனாலும் எல்லா மொமெண்ட்டுமே சாருக்கு வேறு மாதிரி இருக்கும். என்னென்னா இந்த படம் ஒரு த்ரில்லர் அப்படின்னா அது எல்லாமே சீரியஸாக போகும். நாங்கள் இந்த படத்தை ஒரு த்ரில்லரை படம் ஃபுல்லாக ஒரு 2 hours ஒரு டார்க் காமெடிக்குள்ளே எவ்வளவு சிரிக்க வைக்க முடியுமோ தேட்டருக்குள்ள அவ்வளவு ட்ரை பண்ணியிருக்கோம். அதை நாங்கள் பார்க்கும்போது ரொம்ப ஒர்க் அவுட் ஆகிருக்குன்னு நம்புகிறோம். நீங்களும் கண்டிப்பாக தேட்டரில் போய் பாருங்கள். கண்டிப்பாக அந்த படம் நீங்கள் வெளில வரும்போது அடிப்போலி அப்படின்னு சொல்லுவீங்களா, அந்த மாதிரி இருக்கும்னு நம்புகிறோம். தேங்க்யூ ஆல். கேரளா ஃபேன்ஸ் எல்லாம் இந்த படத்துக்கு சப்போர்ட் பண்ணுங்கள். ப்ளஸ் எல்லோரும் இங்கே வந்ததுக்கு ரொம்ப ரொம்ப சந்தோஷம். இந்த படத்தை ஏன்னா இப்போ கண்டென்ட் உள்ள படங்கள், அது மலையாளம் இருந்தாலும் தமிழ் சினிமா எல்லா இடத்துலையுமே கண்டென்ட் உள்ள படங்கள் நல்லா ஓட ஆரம்பிச்சிருக்கு. அதனால் கண்டென்ட்டை நம்பி நாங்கள் வந்திருக்கோம். இந்த படத்தை நீங்கள் எல்லாருமே சப்போர்ட் பண்ணுங்கள். எல்லாருக்கும் ரொம்ப நன்றி. தேங்க்யூ. All right, thank you so much, sir. And it's time. Tamil Kumaran sir and all the production side, the technicians, ബാക്കി co-artists എല്ലാവരോടും അതിനേക്കാൾ ഉപരി കേരളത്തിലെ ഈ ചിത്രം നല്ല രീതിയിൽ ഇത് തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്ന ഗോകുലം മൂവീസിൻ്റെ ശ്രീ കൃഷ്ണമൂർത്തി സാറ്, ഗോകുലം ഗോപാലൻ സാർ, സുജിത്ത്, എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ചേരാവിട്ട നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ചേരാവിട്ട പറയുമ്പോൾ ഇതിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ അലി ചോദിക്കാൻ വരുമ്പോഴേ ഞാൻ മറ്റേ റിയാക്ഷൻ റെഡിയാക്കി വെച്ചത്. 20 വർഷത്തിന് ശേഷം നിങ്ങൾ രണ്ടും ഒന്നിക്കുന്ന നമ്മൾ ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിൽ ടീസർ കണ്ടപ്പോഴാണ് ഭയങ്കര ഫണ്ണാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് നിങ്ങൾ ചിരിക്കാതെ ഒരേ ഇപ്പൊ പണിസാറ് പറഞ്ഞല്ലോ, ഒരു ഷോട്ട് വയ്ക്കുമ്പോൾ ജരാമേട്ടിന്റെ ചിരിയാണ്, ഇപ്പുറം വയ്ക്കുമ്പോൾ ഉർവശിയുടെ ചിരിയായിരിക്കും. ചിരി അടങ്ങാൻ പറ്റുന്നില്ല. 20 വർഷത്തിന് ശേഷം ഒന്നിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ തന്നെ സംസാരിക്കാൻ ഉണ്ടായിട്ടുണ്ടാവും. ആ ലൊക്കേഷനിൽ വെച്ച് ഈ സിനിമയ്ക്ക് വന്നതെന്ന് ആദ്യം നിങ്ങൾ സംസാരിച്ച ഒരു കോമഡി എന്തായിരുന്നു? ഞാൻ ഉർവശിയെടുത്ത് പറയും ഇത് ചെയ്യണോ, അപ്പോൾ ഉർവശിക്ക് ഒന്നുമില്ല, അത് പഴയ പോലെ തന്നെ ഇരിക്കുന്നു, അത് വ്യത്യസ്തമായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറയും. രണ്ടാമതൊന്ന് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു സ്പാർക്ക് വേണം എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്. തുടക്കം തൊട്ട് ഇല്ല, പഴയ കാര്യങ്ങൾ തന്നെ ഓരോന്നോരോന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതിനകത്തൊരു ഹിഡൻ ആയിട്ടൊരു കോമഡി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഒരു ക്യാരക്ടർ പോലും തമാശയ്ക്ക് വേണ്ടി തമാശ കാണിക്കുകയോ ചിരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. വളരെ സൈലൻ്റ് ആയിട്ട് ഒരു റിയാക്ഷൻ, ആ റിയാക്ഷൻ ഉർവശിക്ക് ചില ഷോട്ടിലൊക്കെ ഡയറക്ടർ ഓക്കെ പറഞ്ഞാൽ പോലും ഞാൻ ഡയറക്ടറോട് പറയാറുണ്ട്, സാർ കുറച്ചും കൂടി നന്നായിട്ട് അവർ വേറെ തരത്തിൽ ചെയ്യും, ഒന്നുകൂടി എടുക്കാം. ഉർവശിയെ പറഞ്ഞത് എന്തിനാ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു പ്ലീസ് ചെയ്യും. കാരണം അവർക്ക് അതിനുള്ളൊരു പൊട്ടൻഷ്യാലിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം. ഒരേ ഷോട്ട് ഒരു 10 പ്രാവശ്യം എടുത്താൽ 10 ഒരേ മരിയിക്കില്ല, 10 വേറെ തരത്തിൽ അഭിനയിക്കും. ഇപ്പം ഇതിൽ തന്നെ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡരാജ് സാറിന് അറിയാം ഉർവശിയുടെ കയ്യിൽ നിന്ന്. ഇപ്പോൾ ഉർവശി എന്നെ കുടിക്കറെങ്ക കോഫി ടീ എതുവും വേണ്ട, മോര് ചോദിക്കും. ആ മോര് ചോദിക്കുന്നത് തന്നെ കട്ടിയില്ല, പണ്ണോരെ മോര് വേണോ, അങ്ങനെ 10 ടൈപ്പിൽ അത് ചോദിക്കും. ആ 10 കഴിയുമ്പോൾ ഉർവശി അത് ഒരു ചേഞ്ചസ് എന്തൊക്കെയാണ് ആക്ടിംഗ് ആയാലും. ഓൾസോ ജയറാമനെ ഏറ്റവും അത്ഭുതപ്പെടുത്ത ഉർവശിയുടെ ഒരു പെർഫോമൻസ് ഏതായിരിക്കും ഇതുവരെ കണ്ടത്? ഇപ്പോൾ അടുത്ത് നാഷണൽ അവാർഡ് കിട്ടിയ നമ്മുടെ ഉള്ളൊഴുക്ക്, ഒയ്യോ പത്രികയില്ല സാർ, ഉള്ളൊഴുക്ക്, ഒയ്യോ എന്താണ് പെർഫോമൻസ്. അത് കഴിഞ്ഞ് അത് ചെയ്തവർ തന്നെയാണോ ഇതിൽ വന്നിട്ടുള്ള ഓരോ റിയാക്ഷൻ ചെയ്യുന്നത് ഞാനിങ്ങനെ നോക്കിയിരിക്കും. കാരണം എപ്പോഴും നോക്കി ഇങ്ങനെയുള്ളവരോട് എന്താ പറയുക, നമ്മളറിയാതൊരു ഈ ഫാൻ എന്ന് പറയുന്ന പോലെ ഞാൻ അവരുടെ വലിയ ഫാനാണ്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന പോലെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നോക്കിയിരിക്കും. ചില വീട്ടുകാര്യങ്ങളിലും ഒക്കെ ഞങ്ങൾ അഭിനയിക്കുമ്പോൾ ഞാൻ തന്നെ എൻ്റെ ഡയലോഗ് മറന്നു പോകും. ചില ചേട്ടാ സോറി ഒരു പ്രാവശ്യം കൂടി എടുക്കാം, കാരണം ആ മുഖത്ത് നോക്കിയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഡയലോഗേ മറന്നു പോകും. അങ്ങനെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരില്ലേ ഇവരൊക്കെ. ഈ കാലഘട്ടത്തിൽ ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റിയത് തന്നെയല്ലേ ഏറ്റവും വലിയ സന്തോഷമാണ്. അത് എൻജോയ് ചെയ്യുന്നവരാണ്. പിന്നെ ഹലോ, ജനോടെ ഇപ്പം
പൊന്നിയിൻ സെൽവൻ്റെ ഒക്കെ സെറ്റിനകത്ത് നടന്നത് ഒരുപാട് ഫണ്ണി മൊമെന്റ്സ് ജയറാമേട്ടൻ ഷെയർ ചെയ്തിരുന്നു. അതുപോലെ ഈ പടത്തിന്റെ സെറ്റിൽ നടന്നു അതുപോലത്തെ എന്തെങ്കിലും ഫണ്ണി മൊമെന്റ്സ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാനത് പെട്ടെന്ന് ഒരുപാടുണ്ട് തോന്നില്ല. ഞങ്ങൾക്ക് അനന്തിക ഞങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഓരോ ദിവസവും തന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. മലയാളിയാണ്, ഒരുപാട് കലകൾ കയ്യിലുള്ള ഒരാളാണ്. ചില സമയങ്ങളിൽ ഇപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, എങ്കിലും അത് റിപ്പീറ്റേഷൻ ആയിരിക്കും. ഇപ്പോൾ ഇതേപോലത്തെ ഒരു പ്രസ് മീറ്റ് ചെന്നൈയിലുണ്ടായിരുന്നു. അപ്പോൾ അനന്തിക്ക് അന്ന് തമിഴിൽ തന്നെ സംസാരിച്ച് എല്ലാം ചെയ്യണം എന്നുള്ളത് കൊണ്ട് എല്ലാവരും കൂടി ക്ലാസ് കൊടുത്തിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുൾ തമിഴിൽ വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു തമിഴ്. എനിക്ക് இந்த மாதிரி ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്ത നല്ല ഒരു പടം എനിക്ക് കൊടുത്ത പാണ്ഡരാജൻ സാറ് സോറി പാണ്ഡരാജരാജൻ സാറേ എനിക്ക് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞു. അത് ആദ്യം ഒരു പാണ്ഡരാജനെ വന്നുള്ളൂ, എന്നിട്ട് സോറി പറഞ്ഞിട്ട് ഫാമിലി പടം ഇപ്പൊ മലയാളത്തിൽ ഇപ്പോൾ ഡാർക്ക് ഹ്യൂമർ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പൊ ലാസ്റ്റ് മോഹിനിയാട്ടം ഒരു ഇറങ്ങി ഭയങ്കര ഗംഭീര റെസ്പോൺസുകൾ കയറി. അപ്പൊ ഒരു കില്ലിംഗ് ആണെങ്കിലും ഒരു ത്രില്ലർ ആണെങ്കിലും പ്രേക്ഷകനെ ഇരുത്തി ചിരിപ്പിച്ച് കുടുംബത്തോടെ ഇരുത്തി ചിരിപ്പിക്കാന്ന് പറഞ്ഞ ചെറിയൊരു പ്രോസസ് അല്ല. ഈ ട്രെയിലർ കാണുമ്പോൾ ഇതിന്റെ ട്രെയിലർ കാണുമ്പോഴും ഒരു എന്താ പറയാ മനസ്സിലൊരു എന്താ പറയാ ഇത് ഷോർട്ട് ഹിറ്റ് ആണ് എന്നൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും ഇങ്ങനത്തെ ഒരു ഡാർക്ക് ഹ്യൂമർ ചെയ്യുന്ന സമയത്ത് ചിരിപ്പിക്കുകയും വേണം, അതേ ആ പ്രഷർ ഇവിടെയാണ് സാർ അതേ പ്രഷർ കണ്ടിന്യൂ ചെയ്യുകയും വേണം. എങ്ങനെയാണ് അതിന്റെ പ്രോസസ് എങ്ങനെയാണ് സാർ? അത് എപ്പോഴും ഒരു ഡയറക്ടറുടെ കയ്യിൽ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിങ് കൂടി സെയിം ഡയറക്ടർ ചെയ്യുമ്പോൾ അതൊക്കെ ആയിരിക്കാം അതിൻ്റെ സക്സസ് എന്ന് എനിക്ക് തോന്നുന്നത്. അത് എഴുതുന്നത് ഇപ്പോൾ എന്താ പറയുക, രഘുനാഥ് പലേരി സാറൊക്കെ എഴുതിയിട്ടുള്ള അന്നത്തെ സിനിമകളിൽ ഒരു വാക്കുകൾ പോലും മാറ്റി വെക്കേണ്ടി വരില്ല. അപ്പം അങ്ങനെ ഇതിനകത്തൊരു ഹിഡൻ, സാർ നേരത്തെ പറഞ്ഞതാണ്, പകുതി കഥ എൻ്റെ അടുത്ത് പറഞ്ഞുള്ളൂ. പകുതി കഥ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ബാക്കി പറയണമെന്നില്ല, എന്നാ തുടങ്ങുന്നത്, നമുക്കിതിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഒറ്റ റിക്വസ്റ്റ് വേണം, ഉർവശി ഒന്ന് ചോദിക്കാൻ നോക്കാറുണ്ട്. പുള്ളി പറഞ്ഞു ഓൾറെഡി ഉർവശി എടുത്താണ് സംസാരിച്ചത്, ഉർവശി ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് വൈകുന്നേരം ഉർവശി എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ പാണ്ഡരാജ സാറിൻ്റെ സിനിമ കേട്ടോ വെച്ചു. കേട്ടു സാൻഡി മാസ്റ്റർ கூட. അപ്പം அதுக்குள்ள சாண்டி மாஸ்டர் ரொம்ப எக்ஸைட்டடா பார்க்குற மாதிரி இல்லை. எனக்கு ஆக்சுவலாக தெரிஞ்சிச்சு என்ன கேள்வின்ட்டு. பட் நான் வந்துட்டு ஜெயராம் சார் வந்துட்டு அவர் லெஜெண்டரி ஆக்டர் எல்லாருக்கும் தெரியும். பட் நான் வந்துட்டு அவரோட டான்ஸ் வந்து மிகப்பெரிய ரசிகன் நான். பிகாஸ் தமிழில் வந்துட்டு ஏரோப்ளைன் பறக்குது பாரு அது பாட்டு ஒன்று எனக்கு ரொம்ப ரொம்ப பிடிக்கும். ஆக்சுவலாக இங்கே மலையாளத்தில் நீங்கள் சன் என்ன படம், நீங்களும் சன்னு ஒரு படம் பண்ணிக்கல. அதில் பண்ண வேண்டிய நான் சாங்கு. பட் நான் ஆக்சுவலாக டேட் சாங் நான் பண்ணேன். இருக்கு நம்மகிட்ட இருக்கு. நான் ட்ராக் வேணா தரேன், நீங்கள் அதை ப்ளே பண்ணுங்க. சார் ஆல்சோ ഇപ്പം இந்த മൂവിക്കുള്ള നടിക്കുമ്പോൾ ഇപ്പം ജയറാം സാർ കൂടെ ആയാലും ഉർവശിമ കൂടെ ആയാലും அவ்வளோ எக்ஸைட்டடாக நீங்கள் பார்த்த ஒரு சீன், அல்லங்கி நீங்கள் என்ன ஆக்டிங் இது அந்த மாதிரி இருந்த ஒரு சிச்சுவேஷன் ஏதாவது சொல்லுங்கள். இல்லை ஆக்சுவலாக வந்துட்டு சார் வந்துட்டு எனக்கு ஒரு காம்பினேஷன் வந்து நான் தான் ரொம்ப பேசினே இருப்பேன். இவர் வந்து இந்த சைலண்ட்லேயே ரியாக்ஷன் காலி பண்ணிட்டு போயிடுறாரு, ஆஃப் பண்ணிடுறாரு. டைலாக்கில் அந்த ஃபேஸ் ரியாக்ஷனில் அந்த கண் பார்வையில் அதுலேயே நான் எக்ஸ்பெஷலி முடிச்சிடுவேன்ற மாதிரி தான். நம்ம எவ்வளோ தான் கத்தி ஓவராக பேசினாலும் பட் அந்த ஃபேஸில் அந்த ஷட்டிலாக ஒரு ஆக்டிங் ஒன்று இருக்குல்ல, அது வந்துட்டு வாய்ப்பு இல்லை. நான் வந்து பேசுவேன், யாரா அந்த மனுஷன் ஓவராக மூஞ்சி வந்துட்டு என்ன ரியாக்ஷன் இதெல்லாம் நான் அந்த டைலாக் பேசுகிறப்ப நான் யோசிப்பேன், இப்போ என்னடா இது டப்புன்னு காலி பண்ணுறாருன்ற மாதிரிலாம் இருக்கும். அவங்களும் சரி ஊர்வசியமாவும் சரி, அதான் இவங்களுக்கு வந்து ரொம்ப வந்துட்டு ஆக்சுவலாக இவங்க வந்து இந்த படத்தில் நடிக்கல, அப்படியே அந்த கேரக்டராக வாழ்ந்து தான் இருக்கிறாங்க. அந்த இடத்துக்கு நம்ம இவ்வளோ தான். എല്ലാ പടം பார்க்கும்போது ஒன்னொன்னு வெவ்வேறு ஜோனரில் இருக்கு. இந்த படத்தை ட்ரெயிலர் பார்க்கும்போது ஒரு ஃபேமிலி காமெடி கில்லர் மாதிரி இருக்கு. അപ്പം ஒவ்வொரு ஜோனரும் ஒவ்வொரு ஆடியன்ஸ் தான் இருக்கும். இது எந்த மாதிரி ஆடியன்ஸுக்கு கான்சென்ட்ரேட் பண்ணுறது? இல்லை, இது ஃபேமிலி ஆடியன்ஸ்க்கு தான். என்னுடைய படம் எல்லாமே ஃபேமிலியாக தான் வந்து பார்ப்பாங்க. இது என்னன்னா அதில் கொஞ்சம் என்ன எக்ஸ்ட்ரானா த்ரில்லரில் கடைக்குடி சிங்கம், நம்ம வீட்டு பிள்ளை, தலைவன் தலைவி எல்லாமே அந்த ஒரு வில்லேஜுக்குள்ளே எடுத்திருப்பேன். இது கொஞ்சம் பாலக்காட்டில் உள்ள ஒரு குடும்பம்,
சென்னை பட்டினம்பாக்கத்தில் வாழும்போது அங்கே நடக்கிற ஒரு பிரச்சனைகளை அது த்ரில்லராக மாறுது. அதனால் அது த்ரில்லர் ஜேனர் தான். அந்த த்ரில்லரில் வந்து அது ஒரு டார்க் காமெடி டீட்டில் கொடுத்துருக்கேன். என்னுடைய படங்கள் பசங்கள்லேருந்து எல்லாமே ஃபேமிலி ஆடியன்ஸுக்கான படமாக தான் இருக்கும். இந்த படத்தில் வந்து சாண்டி மாஸ்டருடைய ஏரியாலாம் வந்து இன்னைக்கு ஜெட்ஜி கிட்ஸ்ன்னு சொல்கிறாங்களே, அந்த பசங்களுக்கு வந்து ரொம்ப பிடிக்கிற மாதிரி ஏரியாவாக இருக்கும். அந்த வாட்ச் அவுட் அந்த சாங்கு அதெல்லாம் இது எல்லா ஆடியன்ஸுக்குமான ஒரு ஜனரஞ்சகமான ஒரு நல்ல ஃபேமிலியோடு போய் என்ஜாய் பண்ணிட்டு வர ഒരു നല്ല ഫാമിലി പടം தான் അത്. നോർമലി ഏത് സീനുകൾ എടുത്ത് നോക്കിയാലും ജയറാമേട്ടനും ഉർവശി ചേച്ചി കോംബോ ആണെങ്കിൽ അവരെ തന്നെ പെർഫോം ചെയ്തിട്ട് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്ന ആക്ടേഴ്സ് ആണ് അവര്. അപ്പോൾ உங்களோட ஸ்கிரிப்டிங்ல ஏதாவது அவங்களோட ஆக்டிங் பார்க்கும்போது இந்த சீன் இந்த மாதிரி எடுத்துக்கலாம் அப்படி ஏதாவது சிச்சுவேஷன் வந்திருக்கா? இருக்கு. சில இடங்கள்ல வந்து ஸ்கிரிப்ட்ல இல்லாததை அவங்களே எக்ஸ்ட்ரா கொடுக்குற ரியாக்ஷன்லேயே அது ரொம்ப அழகாயிடும். அது டயலாக்காவோட மாற வேண்டிய அவசியம் இல்லை. அவங்க கொடுக்குற இந்த മൂഡ് அப்படின்னு நம்ம சொல்லி കൊടുക്കുമ്പോൾ ഇല്ല അങ്ങനെ ഇത് നിങ്ങൾ പറയുമ്പോൾ എന്തോ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു അങ്ങനെ ഇല്ല കേട്ടോ. അല്ലേ, ഇത് വളരെ സട്ടിലായിട്ട് അത് ഒരുപാട് സീനുകളുണ്ട്. ഇപ്പോൾ ഞാനത് ഒരെണ്ണമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. ഇപ്പം ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ചോദിച്ചാൽ ഒരു പാലക്കാട് എപ്പിസോഡുണ്ട്. ഒരു 2 റീൽ ഫുള്ളായിട്ട് ഞങ്ങൾ പാലക്കാട് റിൻസിന് വേണ്ടി പോകുന്നതാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തതാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അറിയില്ല. നമ്മുടെ ആൾക്കാർ, നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷൻ, നമ്മുടെ ഇവിടുത്തെ ഇതെല്ലാം കൂടിയിട്ട് അത് ബ്ലെൻഡായി വന്നപ്പോൾ അത് ഭയങ്കര തമാശയായിരുന്നു. ഉർവശി, ഞാൻ, ബാക്കി ഇതിനകത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റുകളും അവിടെ പാലക്കാടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്കത് ഭയങ്കര ഫേവറേറ്റാണ്. അപ്പോൾ ഒരുപാട് സീൻസ് ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ചിരിച്ച്. അപ്പോൾ അതെനിക്ക് പർട്ടിക്കുലറായിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. தமிழில் நிறைய ஆர்டிஸ்ட் இருக்கும்போது ஜெயராம் ஊர்வசி எதுக்கு? அவங்க தமிழ் ஆர்டிஸ்ட் தான். மலையாளத்தோட தமிழில் தான் அதிகமாக நடிச்சிருக்காங்க அவங்க கம்போவில். இல்லை, நான் தமிழ் ஆர்டிஸ்ட், மலையாளம் ஆர்டிஸ்ட், தெலுங்கு ஆர்டிஸ்ட் நான் பார்க்குறது இல்லை. ஆர்டிஸ்டாக பார்க்குறது. இந்த கதையில் வந்து இல்லை, ஆக்சுவலாக அந்த கதையை வந்து நான் வந்து ரஜினி சார் பண்ணால் எப்படி இருக்குன்னு ஃபஸ்ட்டு யோசித்தேன். அவருக்கு பண்ணனா அது வேற ஒரு வெர்ஷன் பண்ணணும். அப்புறம் கமல் சார் நடித்தா எப்படி இருக்கும்னு நான் யோசித்தேன். அவர் திருஷ்யம் பாபநாசன் பண்ணிட்டாரு. அப்போ அடுத்த ஆப்ஷனுங்கும் போது எனக்கு இந்த 2 லெஜெண்ட்ஸ் தான் நகத்துக்கு வந்தாங்க. அதனால அவங்கள வச்சே பண்ணிட்டேன். இந்த படத்தில் மாஸ் இருக்குது, கிளாஸ் இருக்குது, எல்லாமே காமெடி இருக்குது, எமோஷன் இருக்குது, எல்லாமே இருக்குது. ரஜினி சாருக்கு பண்ண வெர்ஷன் வேற, சாருக்கு வேற ஒரு வெர்ஷன் பண்ணியிருக்கோம். ஆனாலும் எல்லா மொமெண்ட்டுமே சாருக்கு இருக்குது. சார் படம் பார்க்கும்போது பார்த்தீங்கன்னா தெரியும், அது ஒரு பெரிய போனோம். பட் அவரை கண்ட்ரோல் பண்ணுறது ரொம்ப கஷ்டம். ஆனாலும் இந்த படத்தை வந்து அவ்வளோ அழகாக நடித்து கொடுத்து அவ்வளோ சூப்பராக பண்ணிட்டாரு. மிஸ்கின் சாரோட கேரக்டரும் நிறைய சர்ப்ரைஸாக இருக்கும். பாரு, கறந்து போயிடுச்சு. ജയറാമേട്ടൻ നോർമലി പറഞ്ഞ പോലെ കഴിഞ്ഞ ലാസ്റ്റ് മലയാളത്തിൽ 1000 ആശകളായിരം അതിലൊരു സീനുണ്ട്. അപ്പോൾ ജയറാമേട്ടൻ വാട്ട് ഈസ് ആൻ ആക്ടർ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മൊമെന്റ്, ഒരു സ്ക്രീനിൽ ഒരു പ്രേക്ഷകന് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ജയറാമേട്ടൻ ആ ഒരു സീൻ, ഇന്റർവെല്ലിന് മുമ്പുള്ള ആ ഒരു സീനുണ്ടല്ലോ, ശരിക്കും ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു പ്രേക്ഷകനെ ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും പറ്റുന്ന ഒരു കലാകാരനകത്താവുക എന്ന് പറഞ്ഞ ചെറിയൊരു പ്രോസസ്സല്ല. ഇത്രയും വർഷങ്ങളായിട്ട് ഇത്ര മൾട്ടി ലാംഗ്വേജിൽ ഒരേപോലെ എല്ലാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞത് ചെറിയൊരു പ്രോസസ് അല്ല. എന്താണ് അതിന്റെ സ്പിരിറ്റ് ആൻഡ് ഫയർ ഉണ്ട് ജയറാമേട്ടൻ? എന്ത്, ഞാൻ ഇതിനൊരു എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാൻ എനിക്കറിയില്ല. എന്താ പറയുക, അതിന് ഒന്നുമില്ല. ഞാനൊരു ബേസിക്കായിട്ട് ഒരു എന്താ പറയുക, ഇപ്പോൾ പലതും പറഞ്ഞില്ലേ, മെത്തേഡ് ആക്ടർ, അത് ഇത്. ഞാൻ ഇന്നേ വരെ ഒരു ക്യാരക്ടർ പ്രിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഏത് ഭാഷയാണെങ്കിലും, തമിഴാണെങ്കിലും തെലുങ്കാണെങ്കിലും കന്നഡമാണെങ്കിലും നമ്മുടെ ഭാഷയാണെങ്കിലും ഒന്നും അത് പ്രിപ്പയർ ചെയ്യുകയോ എനിക്കങ്ങനെ ഒന്നും എനിക്കത് പറ്റില്ല. தேங்க்யூ சார். இந்த மாதிரி தான் ஹெல்ப் பண்ணிகிட்டே இருந்தாங்க செட்டில். அண்ட் எங்கள் 2 பேருக்குமே காமெடி வந்துட்டு ஃபர்ஸ்ட் டைம் நாங்கள் ஃபுல் ஃப்ளெஜ்ட் அந்த மாதிரி ட்ரை பண்ணுறதுனால 2 லெஜெண்ட்ஸ் செட்டில் இருக்கும் போது என் பாண்டியராஜ் சாரோட கைடன்ஸ் இருக்கும் போது எங்களுக்கு ரொம்ப ஈஸியாகவும் நிறைய லெசன்ஸோட நிறைய மெமரிஸோடு அமைஞ்சுது.
ஸோ ரொம்ப ஸ்பெஷலான ஃபிலிம் இது. എനിക്ക് ഇപ്പം തമിഴ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തായിരുന്നു ദിവസം തമിഴ് ഇപ്പം പഠിക്കാനായാലും അല്ലെങ്കിൽ ഇപ്പം തമിഴിൻ്റെ പ്രൊണൗൺസിയേഷനും കാര്യങ്ങളൊക്കെ ആയാലും ഉറുഷിമൊക്കെ ആയാലും സപ്പോർട്ട് ചെയ്തിരുന്നു. ഓൾസോ ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്ന സമയത്തൊക്കെ? തമിഴ് ആദ്യമായിട്ടല്ല ചെയ്യുന്നത്, പക്ഷെ ഡയലോഗ്സ് കുറേ ആയിട്ട് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ സാറും ഉറുഷി മമ്മും മലയാളി ആയതുകൊണ്ട് എന്നെ കുറേ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് അവിടെ ADs ദിവ്യ പറഞ്ഞൊരു അക്കയുണ്ട്, ആ അക്കാതെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ പോണതിന് മുന്നേ ഒരു ഡേ മുന്നാടി നമ്മൾ പഠിച്ചിട്ട് ഡയലോഗെല്ലാം പഠിച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകാറ്. ഇതിനൊക്കെ എങ്ങനെയാണ് എടുക്കപ്പെട്ടത് ഈ സിനിമയിലേക്ക്? ഐ മീൻ എങ്ങനെയാണ് ഇതിനൊക്കെ എൻട്രി ചെയ്തത്? പണ്ട് കോവിഡ് ടൈം വരുന്നപ്പോഴാണ് ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്തിട്ട് പിന്നെ കുറേ പ്രോഗ്രാംസുകൾ ചെയ്യും. അങ്ങനെയാണ് പിന്നെ കോൾസ് മെല്ലെ മെല്ലെ വന്നു തുടങ്ങി. തെലുഗു തമിഴ്ന്നാണ് കൂടുതലും വന്നേക്കണേ. അന്ന് മലയാളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഔട്ടായപ്പോൾ നമ്മളുണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് മലയാളം വന്നപ്പോൾ ഞാൻ തെലുഗുവിൽ ഒരു 1 year ആയിട്ട് അവിടെ കമ്മിറ്റ്മെൻറ്റ് കൊടുത്തേക്കായിരുന്നു. അതുകൊണ്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അല്ലാതെ ഞാൻ ചെയ്യാതെ ഇരുന്നിട്ടില്ല മലയാളം. അങ്ങനെയാണ്. പിന്നെ അവിടെ ഇവിടെയും ചെയ്യാറുണ്ട്, തെലുഗും തമിഴും. മലയാളം ഇപ്പോഴേക്കും ചെയ്യാനായിട്ട് അങ്ങനെ ഒരു അവസരം വന്നിട്ടില്ല. വരുമ്പോൾ എന്തായാലും ചെയ്യാം. മാസ്റ്റർ നമ്മൾ പാട്ടിടണ്ടേ അപ്പോ? യെസ്. Can we have a music please and could you please? Excuse me. Yes. Once more, please. Once more. Okay. പേരുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ മൂവി തീർച്ചയായും ഒരു വിജയമായി തീർക്കാനായിട്ട് മീഡിയ ആളുകളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ അവസരത്തിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി തേടുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്കുള്ള സമയമാണിനി. ഒപ്പം തന്നെ ഇവരുടെ ഈ ഒരു വലിയ സിനിമ, നല്ല സിനിമ പറയാലോ സർ? യെസ്. ഇപ്പോൾ ട്രെയിലറും ടീസറും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് ചിരിക്കാനുള്ള ഒരു ത്രില്ലർ മൂവി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് June 5 മലയാളികളുടെ മുഴുവൻ സ്നേഹവും ഈ ഒരു സിനിമയ്ക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഒരു വലിയ സക്സസ് ആയി മാറട്ടെ, നിറഞ്ഞ തിയേറ്ററുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രസ് മീറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വൺസ് അഗൈൻ താങ്ക് യു സോ വെരി മച്ച് ഫോർ കമ്മിങ് and wishing a fantabulous success. Thank you so much everyone. എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നതിന് ഒരു വലിയ നന്ദി അറിയിക്കുന്നു.